ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഷാനവാസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് അവരുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് അദ്ദേഹത്തിനൊരു മകനുണ്ട്. അവനിപ്പോൾ 18 വയസ്സായി. അവനിപ്പോൾ ഡിഗ്രിക്ക് കൊണ്ട് ചേർത്തിട്ടുണ്ട് കോളേജിൽ. അപ്പോൾ അവൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിയുമ്പോൾ എനിക്കൊരു താങ്ങും തണലുമായിട്ട് അവൻ വരും. അതെനിക്ക് ലൈഫിൽ തരുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ 50-ാമത്തെ വയസ്സിലും ഒറ്റയ്ക്ക് തന്നെ കിടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എനിക്ക് 44-45 വയസ്സായി. മക്കളെ, നിങ്ങൾക്കും ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലായിരിക്കും. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു 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 ലൈഫിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരു സഹായവും സപ്പോർട്ടും ഒക്കെ വേണമെന്ന് തോന്നില്ലേ? അപ്പോൾ ആദിലയും നൂറയും പറയും, ഞങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതാണോ ഇക്ക, കുട്ടികളുടെ കാര്യമാണോ ഇക്ക ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നു, കുട്ടികളുടെ കാര്യം മാത്രമല്ല. അതിനുശേഷം ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് കേൾപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ ഷാനവാസ് പറയാൻ പോയത് ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ സമൂഹം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് നമുക്കറിയാവുന്ന ഒരു ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സൊസൈറ്റി ആവശ്യപ്പെടുന്നതാണ് ആ വിവാഹം എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഷാനവാസ് സംസാരിച്ചത്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കും ഇതിനെക്കുറിച്ച് വലിയ വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു റിസർച്ച് നടത്തി നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവുന്നത്, ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു എന്തുകൊണ്ട് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നാത്തത്, സെയിം ആയിട്ടുള്ള ജെൻഡറിലുള്ള ആൾക്കാരോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നു ചോദിച്ചാൽ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അവർ ബൈ ബർത്ത് തന്നെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരിൽ രൂപപ്പെടുന്ന ജനിതകമായ കാരണങ്ങൾ കൊണ്ടും ഹോർമോണൽ കാരണങ്ങൾ കൊണ്ടും ഒക്കെ തന്നെയാണ് ഒരാൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അവരുടെ തെറ്റല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ആരെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടല്ല അവരിങ്ങനെയായി മാറുന്നത്. ബൈ ബർത്താണ്. മാത്രമല്ല, ഇത്തരം ആൾക്കാർ 4000-5000 വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്നതിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. പെട്ടെന്ന് കുറച്ച് നാൾ മുമ്പ് ഉണ്ടായവരല്ല. ഇങ്ങനെ ഒരേ ജെൻഡറിൽപ്പെട്ട ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാർ ഒരുപാട് പേര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. സുമേറിയൻ കാലഘട്ടത്തിലും മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിലും ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലും ഗ്രീസിലും ഇന്ത്യയിലും ഇൻഡസ് വാലിയിലും ഒക്കെ അങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്നൊക്കെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒക്കെ ഉണ്ട്. ഷാനവാസൊക്കെ നമ്മളെയൊക്കെ പോലെ സാധാരണ മനുഷ്യനാണ്. നമുക്കും ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കില്ല എന്നുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞു തിരുത്താം, ഇവരെ പറഞ്ഞു മാറ്റാൻ കഴിയുമെന്നൊക്കെ തോന്നും. സാധാരണ ഒരു മനുഷ്യന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ആളോട് തോന്നുന്ന, ഓപ്പോസിറ്റ് ജെൻഡറിൽ വരുന്ന ഒരാളോട് തോന്നുന്ന അട്രാക്ഷൻ ഒരിക്കലും സെയിം ജെൻഡറിലോട് തോന്നത്തില്ല ഒരു സാധാരണ മനുഷ്യന്, മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ. അതേപോലെയാണ് ഇവരിപ്പോൾ ലെസ്ബിയൻ കപ്പിളാണ്. ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അല്ലെങ്കിൽ ഒരു പുരുഷനോട് ഒരു അട്രാക്ഷനും തോന്നുകയില്ല, ഒരിക്കലും തോന്നുകയില്ല. അവർക്ക് അങ്ങനെ തോന്നാതെ അവർക്ക് ഒരിക്കലും അയാളെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ എങ്ങനെയാണ് കഴിയുക? അവർക്ക് സ്വന്തം ജെൻഡറിലുള്ള ഒരാളോട് മാത്രമേ അത്തരം ഒരു അട്രാക്ഷൻ തോന്നുകയുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരിത് മറച്ചു വെച്ച് വേറൊരാളെ കല്യാണം കഴിച്ചാൽ തന്നെ ആ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കൂടി കുടുംബ ജീവിതം ഇല്ലാതാവുമെന്നല്ലാതെ ഒരിക്കലും അവർക്ക് ആത്മാർത്ഥമായിട്ട് അയാളുമായിട്ട് ഒരു ദാമ്പത്യ ജീവിതമൊന്നും സാധിക്കുകയില്ല. അത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവുകയില്ല. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകത്തുമില്ല. അത് അവരുടെ കുറ്റമല്ല എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഷാനവാസിനെ എത്ര അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണ്, നിങ്ങളൊരു പുരുഷനെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഷാനവാസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അയാളുടെ ബാഡ് ഡ്രീംസിൽ പോലും അത് ഉണ്ടാവുകയില്ല. കാരണം അയാൾക്ക് ഒരിക്കലും ഒരു പുരുഷനോട് ഒരു അട്രാക്ഷൻ തോന്നുകയില്ല. അയാൾക്ക് അട്രാക്ഷൻ തോന്നുക ഒരു സ്ത്രീയോടാണ്. അതേപോലെയാണ് ആദിലയും നൂറയും. അവർക്ക് ഒരിക്കലും ഒരു പുരുഷനോട് ഒരു അട്രാക്ഷനും തോന്നുകയില്ല, ഒരിക്കലും തോന്നുകയില്ല. അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റുക? ഒരിക്കലും നമ്മുടെ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിലുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് പറ്റില്ല. ആണും പെണ്ണും കല്യാണം കഴിക്കുക, കുട്ടികൾ, പേരക്കുട്ടികൾ, അങ്ങനത്തെ ഒരു ലൈഫിന് അവർക്ക് പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ അവരത് പണ്ടേ ചെയ്യുമായിരുന്നു. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇതൊരു അസുഖമോ അല്ല. ബൈ ബർത്ത് അവരങ്ങനെയാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഇന്നോ ഇന്നലെയോ അല്ല, മനുഷ്യരുണ്ടായ കാലം തൊട്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അവരും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഷാനവാസിൻ്റേത് ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ മനുഷ്യൻ്റെ ഒരു തോട്ട്സും, അദ്ദേഹം ഒരു മുതിർന്ന ഒരാളെന്നുള്ള നിലയിൽ മക്കളെ പോലെ കണ്ട് ആ പിള്ളേരെ ഉപദേശിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല അവരെന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത് എന്ന്. അവരെ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരെ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എന്തുകൊണ്ട് അവരങ്ങനെ ആയി എന്ന് അറിയാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചാൽ ഒരിക്കലും ആ പെൺകുട്ടികളാരും കുറ്റം പറയില്ല. അവരുടെ തെറ്റുകൊണ്ടേ അല്ല ആയത്. സമൂഹത്തിൽ ആരെങ്കിലും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങനെ ആയതല്ല. പറഞ്ഞു തിരുത്താനോ ചികിത്സിച്ച് മാറ്റാനോ പറ്റില്ല. ഇതൊരു അസുഖമല്ല, ഇതൊരു തെറ്റിദ്ധാരണയല്ല. ബൈ ബർത്ത് അവരങ്ങനെയാണ്. അല്ലാതെ ഇവരെ ഫോഴ്സ് ചെയ്ത് വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവരെ വിട്ടാലും
ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത കേൾക്കേണ്ടി വരും കുറെ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു വാർത്ത കേൾക്കേണ്ടി വരും. അതല്ലാതെ ഒരിക്കലും അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഷാനവാസിന് ഒരിക്കലും ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഷാനവാസ് ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജനിതകമായ ഘടനയാണെങ്കിലും ഒരു സ്ത്രീയെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലാണ്. അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഒരു സ്ത്രീയെ കാണുമ്പോഴാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അത്തരം സിഗ്നൽസ് ഉണ്ടാവുന്നത്. ഇതേ കാര്യം ആദിലയ്ക്കും നൂറയ്ക്കും ഒരു സ്ത്രീയോട് മാത്രമേ തോന്നൂ, ഒരിക്കലും ഒരു പുരുഷനോടും തോന്നുകയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.